ഇന്ന് രാവിലെ മുതൽ കുറച്ചധികം ഫ്രണ്ട്സ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് അത് അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ കയറി നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയത്. എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഈ പയ്യന്മാർക്കൊക്കെ ഇങ്ങനത്തെ പരിപാടി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ പയ്യൻ വയനാട് ഇൻസിഡൻറ്റിൻ്റെ വീഡിയോസ് വെച്ചിട്ട് വീഡിയോ ചെയ്യാണ്. ഇതിനടിയിൽ ഇവൻ ചിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി. വൈറലാവാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ കണ്ടൻറ്റ് പടച്ച് വിട്ടാലും കുഴപ്പമില്ല, വൈറലാവണം, വ്യൂ വേണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി തലയിൽ കയറിയതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പയ്യൻ്റെ അക്കൗണ്ടിലെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് ഇവൻ ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ പേര് കണ്ടെത്തൂ, ഈ സിനിമയുടെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടൂ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റൊക്കെ ചെയ്തു പോയിരുന്നൊരു പയ്യനാണ്. ഹലോ ഗൈസ്, കുഞ്ചാക ബോബൻ, നവ്യ നായർ, പിന്നെ ചേരവ, ഇതൊരു മലയാള സിനിമയുടെ പേരാണ്. അങ്ങനെ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ കണ്ടുപിടിച്ചവർ കമന്റ് ചെയ്യൂ. ഓക്കെ, ഇതാണ് ഈ പയ്യൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ വയനാട് ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നടന്ന അർജുൻ ഇൻസിഡൻറ്റിൻ്റെ ഒക്കെ മുമ്പ് വരെ ഈ ഒരു പയ്യൻ ചെയ്തു പോയിരുന്നൊരു ഫോർമാറ്റ് ഇങ്ങനെയായിരുന്നു. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പേര് കണ്ടുപിടിക്കാൻ, സിനിമ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പോവുക. അതും ഒരുപാട് ഷോർട്ട് വീഡിയോസിൽ ഒരുപാട് വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ. ലോങ് വീഡിയോ കുറവാണ്. ഓക്കെ, പക്ഷേ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എന്താ അറിയോ? ഹലോ ഗൈസ്, ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ജിറാഫ് തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചാൽ കമന്റ് ചെയ്യൂ. ഹലോ, എന്തുവാടേ ഇത്? എന്തെന്നാ ഇത്? വേറെ വല്ല പ്രശ്നമാണോ ഈ പയ്യന്? എനിക്കറിയാൻ പാടില്ല, പക്ഷെ വേറെ വല്ല പ്രശ്നമാണ് എന്നുള്ളത് എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ആക്ച്വലി യൂട്യൂബിൽ വീഡിയോ എടുക്കാനറിയാം, അത് എഡിറ്റ് ചെയ്യാനറിയാം, അത് കൃത്യമായി അപ്ലോഡ് ചെയ്യാനറിയാം. ഇനി വന്നിട്ട് ഈ പയ്യൻ അങ്ങനെ വീട്ടിനകത്ത് മാത്രം ഇരുന്ന് മാനസികമായി പ്രശ്നമുള്ളൊരു പയ്യനാണ്. ഇതാണോ മാനസികമായിട്ടുള്ള പ്രശ്നം? കറക്റ്റ് ഇവൻ ഈ പറഞ്ഞ എന്താ പറയുക, ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ 10 പേര് വന്ന് തെറി വിളിക്കുന്നു, അത് ഇഷ്യൂ ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നത്. ആ കൂട്ടത്തിൽ അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ എങ്ങനെയുടെ ഇതൊക്കെ സാധിക്കുന്നത്? എങ്ങനെയുടെ ഇത് സാധിക്കണേന്ന് മനസ്സിലാവാത്തത്. ഇനി എനിക്കിത് അയച്ചു തന്ന 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ യൂട്യൂബേഴ്സ്, ഇവനൊക്കെ എങ്ങനെ യൂട്യൂബർ ആവും? ഇവനൊക്കെ എങ്ങനെ യൂട്യൂബറാക്കി കൂട്ടാൻ പറ്റും? ഇവിടെ ഫുൾ ടൈം ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് ആ വീഡിയോസിൽ നിന്നൊരു റവന്യൂ വാങ്ങി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ നല്ല എന്താ പറയുക, ആരോടും വലിയ പ്രശ്നത്തിനൊന്നുമില്ല, നമ്മളെല്ലാം നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്തിട്ട് പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് എൻ്റെ ചുറ്റും നടക്കുന്ന എൻ്റെ ഡേ ലൈഫ് എന്താണോ അത് കാണിക്കുന്നു. ഡെയിലി വ്ളോഗറായിട്ട്, അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗറായിട്ട്, ഫുഡ് വ്ളോഗറായിട്ട്, റിയാക്ഷൻ ചാനലായിട്ട്, ട്രോൾ പേജ്, എങ്ങനെയൊക്കെയോ നീഷുകളുടെ അടിയിൽ ഇരുന്ന് വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. അത് അവരുടെ ജോബായിട്ട് തന്നെ എടുത്തിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അവരുടെ ഇടയിലേക്കൊന്നും നിങ്ങൾ വലിച്ച് ഈ ദുരന്തത്തിനെ പിടിച്ചിട്ടിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊപ്പം വെച്ച് കൂട്ടരുത്. ഇങ്ങനെ കെട്ടിത്തരാൻ പാടില്ല, മനസ്സിലായ? ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നവരെല്ലാവരും യൂട്യൂബേഴ്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളതികൊണ്ട് ഇട്ട് കൂട്ടരുത് പ്ലീസ്. എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല. ഇതെന്ത് പരിപാടി ഇത്? 3 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. പൊന്നുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പ്രതീക്ഷിച്ച്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ. മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ചതൊന്നും. അപ്പോൾ എല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി. ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും കൈ, നഖം, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. 13 അംഗ കുടുംബം, അതിൽ 5 പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി. മകളടക്കം 8 പേർ എവിടെയെന്നറിയില്ല. ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല. കാരണം ഈ ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. അതുമാതിരി പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കള് അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി.
ഹലോ ഗൈസ്, കുഞ്ചാക ബോബൻ, നവ്യ നായർ, പിന്നെ ചേരാ. അയ്യയ്യയ്യയ്യേ, എന്മാതിരി ഷൊണ്ണാപ്പിയുടെ ഇവൻ. അവൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ കലി കാലുകൂടി പൊട്ടിക്കയറുന്നു. ചിലർക്ക് എന്താ പറയുക, ചില ടൈമിലോട്ട് തോന്നും, ഓ വ്യൂ വരാൻ ഇനി എന്ത് തറ പരിപാടിയും കാണിച്ചിട്ട് കുഴപ്പമില്ല, വ്യൂ വരണം, അതേ ഇനി നടക്കൂ, ഇനി എന്ത് പരിപാടി വേണമെങ്കിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഏതോ ലൈക്ക് മെൻറ്റാലിറ്റിയിൽ ഇറങ്ങിയതാ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത് മര്യാദയ്ക്ക് ചെയ്തുകൊണ്ട് ഒരു യൂട്ടേൺ ഒറ്റയടിക്ക്. ഇത് സീരിയസ് ആയിട്ട് അറിയോ, ഇത് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെക്കനെ ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ ഈ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ചെയ്യാതിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെക്കൻ്റെ വീഡിയോസ് പോയി കണ്ടിട്ട് അവിടെ സബ്ബും അടിച്ച് ആ വീഡിയോസിന് വ്യൂവും കയറി കഴിഞ്ഞാൽ അവൻ ഇനിയും ചെയ്യും. ഇപ്പം അവനത് റിമൂവ് ചെയ്ത് ചാനലിൽ നിന്ന് ഈ വീഡിയോസൊക്കെ എടുത്ത് കളഞ്ഞ്. അതുകൊണ്ട് എന്താ അറിയോ, ഇനി ചെയ്യണം, ഇനി ഇവൻ ഈ പരിപാടി കാണിക്കരുത്, ഇനി ഇമാതിരി ഒരുമാതിരി മറ്റേ പരിപാടി കാണിച്ച് വരരുത്. ഇവനൊക്കെ എന്താ എന്തിൻ്റെ മാനസിക രോഗമാണെന്ന് മനസ്സിലാവാത്തത്. അടി കിട്ടാത്തതിൻ്റെ മാനസിക രോഗമാണ് സത്യം പറഞ്ഞത്. ഇതൊക്കെ സ്വന്തം വീട്ടിലാണ് ഈ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ നാട്ടുകാരത് എടുത്ത് വെച്ചിട്ട് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നടക്കുമോ? അറിയാൻ പാടില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ നാറിയ പരിപാടി റീച്ചിന് വേണ്ടി ആര് കാണിച്ചാലും അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വളരെ ജെനുവിനായിട്ട്, വളരെ എന്താ പറയുക, യൂട്യൂബോ അല്ലെങ്കിൽ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമോ അവരുടെ ലൈഫിൽ അവർ ഇൻകം ഉണ്ടാക്കി അവരുടെ ഒരു ജോബായിട്ട് കണ്ട് മുന്നോട്ട് വളരെ കൃത്യമായിട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങനത്തെ ദുരന്തങ്ങൾ നിങ്ങൾ കെട്ടി വെക്കരുത്. മനസ്സിലായോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്ത് തറ പരിപാടിയും കാണിക്കാം, എന്നാൽ 10 വ്യൂ വേണം, ആ വ്യൂ അങ്ങനെയെങ്കിലും അത്രയും ഡെസ്പറേറ്റ് ആയിട്ടാണ് ഈ തണ്ടിത്തരമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ എന്ത് ചെയ്യറിയോ, നേരെ ഇതെന്തത് പരിപാടി. ഇവനൊക്കെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവന് പറഞ്ഞു കൊടുക്കുക പോയിട്ട്, ഇങ്ങനത്തെ ചെറ്റത്തരം കാണിച്ചിട്ടല്ല ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവൻ ആദ്യം ചെയ്ത പരിപാടി പിന്നെയും എന്താ പറയുക കുറച്ചും കൂടി ഓക്കെ എന്നല്ല, അത് നല്ല പരിപാടിയാണ്. സിനിമ പേര്, ഈ നടിമാരി ഒരു ഒബ്ജക്റ്റിൻ്റെയും പേര് വെച്ചിട്ട് പേര് കണ്ടുപിടിക്കാൻ പറയുന്ന പരിപാടി ഇറ്റ്സ് എ ബെറ്റർ തിങ്. ബെറ്റർ അല്ല, അതാണ് ഏറ്റവും നല്ല പരിപാടി. ഇതിപ്പോൾ ഇതേപോലെ ഇത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കാനിടെ ഒരു സിറ്റുവേഷനെ അല്ല വേറെ ഒന്നും. അത് ഇവൻ സർക്കാസിച്ചതാണാവോ, ഇനി അതും പറയും ചിലപ്പോൾ, ഞാൻ സർക്കാസിച്ചതാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടുത്തെ ബാക്കി ന്യൂസ് ചാനലുകളെയും, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഈ കണ്ടന്റ് വിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനം ഞാൻ ചെയ്തത്. ഇതാണ് സർക്കാസം. കമൻ്റ് ഇട്ട് കുറേ ചർക്കാച്ചിച്ചവരുണ്ടായിരുന്നു, അട്ടി കിട്ടി തിരിഞ്ഞൊരു വഴിക്കായി കുറേ എണ്ണം അറസ്റ്റ് ചെയ്ത് മറ്റേ കേസും കൂട്ടുമായിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ബോക്സ് ഉണ്ണികളുടെ കൂട്ടത്തിൽ കെട്ടാൻ പറ്റും ഈ ദുരന്തത്തിന്. എന്താണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ റിമൂവ് ആക്കിയോണ്ട് ഞാൻ എടുത്തിട്ടതാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കൂടി പിടിച്ച് തന്നെ എടുത്ത് പൊക്കി മറ്റേ വ്യൂവും സാധനവും സബ് അടിച്ച് കയറ്റണ്ടല്ലോ. ഇതിപ്പോൾ ഇനി ഇട്ടാലും വലിയ സീനൊന്നുമില്ല. കാരണം ഇനി ഇത് ചെയ്യാൻ പാടില്ല, ആരും ഇത് ചെയ്യാൻ പാടില്ല. ഇതല്ല അതിൻ്റെ ഒരു റൈറ്റ് വേ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ എല്ലാവരും നിങ്ങൾ പിടിച്ചിട്ട് യൂട്യൂബറാണ്, എല്ലാവരും പിടിച്ച് ഇൻഫ്ലുവൻസറാന്ന് പിടിച്ച് കെട്ടില്ല. അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയും കൂടി നിങ്ങൾ നോക്കണം പ്ലീസ്. ദയവ് ചെയ്തിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് പറയുകയാണ്. കാരണം പല സാഹചര്യത്തിലും ഇത് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്. മനസ്സിലായോ? ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നുണ്ട്. നമ്മളൊക്കെ വളരെ എന്താ പറയുക, അത്രയും നമ്മുടെ ലൈഫിൽ ഈ സാധനത്തെ അത്രയും വാല്യൂ കൊടുത്ത് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് പോകുമ്പോൾ വെറുതെ വന്ന് കോമാളിത്തരം കാണിച്ച് അല്ലെങ്കിൽ വല്ല നാടിന് ഒട്ടും നിരക്കാത്ത പരിപാടിയും ചെയ്ത് വല്ല ചെറ്റത്തരം കാണിച്ച് പോകുന്ന ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലോ നേരെ വന്നിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സ്, നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ്. എന്തായാലും കഷ്ടമാണ്. ഇങ്ങനത്തെ വൃത്തികേടുകൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇങ്ങനത്തെ വൃത്തികേടുകളായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, കോപ്പി പേസ്റ്റ് അടിക്കാൻ നേരെ സൈബർ സെല്ലിന് കൊണ്ടുപോയിട്ട് മെസ്സേജ് ഇട്ട് കൊടുക്കുക, തെമ്മാടിത്തരം കാണിക്കണമെന്ന് പറയാം, ബാക്കി അവർ നോക്കിക്കോളും വഴിയെ. ഇതല്ല വൈറലാവാനോ അല്ലെങ്കിൽ ഫെയിം ആവാനോ വേണ്ടി കാണിക്കേണ്ട പരിപാടി. ഇനി ഇതിനിടയിൽ ഒരാൾക്ക് മറ്റേ കമൻറ്റ് ബോക്സിൽ ഇവനാണ് കമൻ്റ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഫോട്ടോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. എന്നാൽ ജോർജിൻ്റെ പാൽപ്പായസം ആ ഒരു 1-2 ദിവസം മുമ്പ്. പക്ഷെ ആ പാവം എവിടെയോ കാറിടിച്ച് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഫോട്ടോ ആണത്.
അയാൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയും കുറേ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ ഫോട്ടോ, ഇപ്പോൾ എന്നോട് ആരെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്തു കൊണ്ടുപോയിട്ട് വേറൊരു കള്ള ഐഡൻറ്റിറ്റി ഉള്ളൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അതിലെൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇരുന്ന് കമൻ്റ് ഇടുന്ന കുറേ ബെടലുകൾ വേറെ ഉണ്ട്. പക്ഷേ ഇവന്മാരോട് പറയാനുള്ളത്, കേസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള പോലീസ് നിങ്ങൾ IP ഫോൺ വെച്ചിട്ട് പിടിക്കാൻ വളരെ സുഖമാണ്. നിങ്ങൾ അപ്പുറത്തുള്ളവൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു മണി കൊടുക്കാനാണ് നിന്ന് കഴിഞ്ഞാൽ ഓൻ പോയി കംപ്ലൈൻറ്റ് കൊടുത്താൽ നിങ്ങൾ പെട്ട്. ഇത് പിടിക്കില്ല എന്നുള്ള അതൊന്നും ആർക്കും വേണ്ട, പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരിൽ നിന്ന് കിട്ടുന്നതിന് ഒരു സുഖവും ഉണ്ടാവില്ല, അലക്കി കിട്ടും. അതുകൊണ്ട് ഇങ്ങനത്തെ ദുരന്ത പരിപാടികൾ കാണിക്കാൻ നിൽക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ ദുരന്ത പരിപാടികൾ കാണിക്കാതിരിക്കുക. ഈ ചെക്കനൊക്കെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടെങ്കിൽ നാട്ടുകാർ കൈ വയ്ക്കും ഇമ്മാതിരി തെമ്മാടിത്തരത്തിന്.